പക്ഷെ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ആദ്യം, ഇന്നലെയും കൂടെ ഞാൻ അത് പറഞ്ഞതേ ഉള്ളൂ, ആദ്യം അവസാനിപ്പിക്കേണ്ടത് സ്കൂൾ തലത്തിലുള്ള നാടക മത്സരങ്ങൾ. സ്കൂൾ തലത്തിലുള്ള അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി തലത്തിലുള്ള നാടക മത്സരങ്ങളാണ് ഇപ്പൊ നമ്മൾ ഒരു സ്കൂളിൽ ഒരു നാടക മത്സരത്തിന് വേണ്ടി നാടകം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. എക്സ്റ്റേണൽ ആയിട്ട് ഒരു നാടകം പഠിപ്പിക്കുന്ന ആൾ വരുന്നു, അയാളുടെ കയ്യിൽ ഒരു സ്ക്രിപ്റ്റ് കാണും, അയാൾ വില പേശുന്നു, ഇത്ര രൂപയാണ് ഓ, ഇങ്ങനെയാണെന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ് ഞാൻ ഈ ഓ, പറയുന്നത്. ഞാനും കുറച്ചു കാലം ഈ മേഖലയിൽ വില പേശുന്നു, ഇത്ര രൂപ കൊടുക്കാൻ സമ്മതിക്കുന്നു, അപ്പോൾ ഒരു എമൗണ്ട് പറയുന്നു, നാടകം ചെയ്യുന്നു. ഇപ്പൊ അതിനുവേണ്ടി മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവുമാരുണ്ടെന്ന് പറയുന്നു, ഓ, പറയപ്പെടുന്നു. അതായത് ഈ പ്രധാനമായിട്ട് ചെയ്യുന്ന ഡയറക്ടർ ആരാണോ അയാളുടെ ഫീൽഡ് എക്സിക്യൂട്ടീവ് ഉണ്ട്, അവർ പോയിട്ട് മാർക്കറ്റ് ചെയ്ത് പിടിക്കും. വർക്ക് പിടിച്ചിട്ട് മുമ്പ് ചെയ്ത വർക്കുകൾ ചിലപ്പോൾ അവരുടേതായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ചെയ്ത വർക്കുകളൊക്കെ കൂടി ലാപ്ടോപ്പിലിട്ട് കാണിച്ചു കൊടുത്തിട്ട് അത് വെച്ചിട്ട് വർക്ക് പിടിച്ച് ചെയ്യുന്നവരും ഉണ്ട്. ആ, അപ്പൊ അതിന് പകരം അങ്ങനെ വന്നിട്ട് അവരാണ് ചെയ്യുന്നത്, അവരുടെ ക്രാഫ്റ്റാണ് അതിനകത്ത്. അതായത് ഷർട്ട് എല്ലാം തയ്ക്കുന്നതും ബട്ടൺസ് വയ്ക്കുന്നതും ഒക്കെ അവരാണ്. ആ ബട്ടൺസ് മാത്രമാണ് കുട്ടികൾ. മറിച്ച് സ്കൂളുകളിൽ നാടകം പഠിപ്പിക്കുക, 1ാം ക്ലാസ് തൊട്ട് നാടകം പഠിപ്പിക്കുക, 10ാം ക്ലാസ് വരെ ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിപ്പിക്കുക. സബ്ജക്റ്റ് ആയിട്ട്. ആ ഒരു സബ്ജക്റ്റ് ആയിട്ട് നാടകം പഠിപ്പിക്കണം. നാടകത്തിന്റെ എഴുത്ത് എങ്ങനെയാണ് നാടകം എഴുതേണ്ടത്, ചിന്തകളെ എങ്ങനെ പരുവപ്പെടുത്താം, നല്ല മനുഷ്യന്മാരുണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. നല്ല സ്നേഹമുള്ള, ഹൃദയമുള്ള, ഈ പറഞ്ഞ ഭ്രമങ്ങളില്ലാത്ത പച്ച മനുഷ്യന്മാരെ സൃഷ്ടിക്കാൻ നാടകത്തിന് പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നാടിനകം തന്നെ നാടകം എന്നുള്ള സങ്കല്പത്തിലേക്ക് കൂടുതൽ ആ, ആഴ്ന്നിറങ്ങാൻ സാധിക്കും. സ്കൂളിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരെഴുതും, കുട്ടികൾ എഴുതും, കുട്ടികൾ തന്നെ സംവിധാനം ചെയ്യും, എന്നിട്ട് മത്സരിക്കും. അപ്പോഴാണ് അത് കുട്ടികളുടെ നാടകമാകുന്നത്. അല്ലാതെ വെളിയിലുള്ള ഇപ്പം ജിജി കലാമന്ദിർ, എന്താണ്, അരുവിക്കര ഗവൺമെന്റ് ഹൈസ്കൂളിന് വേണ്ടി നാടകം ചെയ്യുന്നു. അപ്പൊ എന്റെ ക്രാഫ്റ്റാണ് അതിനകത്ത്. എന്റെ ക്രാഫ്റ്റിനകത്ത് ഞാൻ ഉപയോഗിക്കുന്ന കേവലം ടൂള് മാത്രമായിട്ട് കുട്ടികൾ നിൽക്കേണ്ടി വരുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നാടക മത്സര വേദികളിൽ കാണുന്നത്. മത്സരിക്കുന്നത് ഈ ക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന ഈ നാടക തൊഴിലാളികളാണ്, നാടക കൂലിക്കാരാണ്. അണിയറയിലാണ് മത്സരം നടക്കുന്നത്. ഇവര് വെറും ജോലിക്കാരായിട്ട് മാറുന്നു. ഭീകരമായ സെറ്റ് എന്തിന്? സർഗാത്മക വളരുന്നില്ല. ഇല്ല. നാടകം അഭിനയിക്കാനുള്ള 4 കുട്ടികളുണ്ടെങ്കിൽ അവർ ഓട്ടോയിൽ വരുമ്പോൾ ആ നാടകത്തിന്റെ സെറ്റ് ടിപ്പറിൽ വരുന്ന ഞാൻ കണ്ടു. സംസ്ഥാന കലോത്സവത്തിനൊക്കെ പലപ്പോഴും എന്തിന് ഇത്രത്തോളം സെറ്റ്. ഇതിനിടയ്ക്ക് ഒരു അവാർഡ് കിട്ടിയിരുന്നു, ഓ, 2014 പുലിപ്പെണ്ണ് എന്ന് പറയുന്ന നാടകത്തിന് നാഷണൽ ലെവലിൽ സംഗീത നാടക അക്കാദമിയുടെ ഒരു അവാർഡ്, ഓ. അമച്ചർ നാടകത്തിന്. അത് കേരളം മുഴുവൻ എല്ലാ ജില്ലകളിലും സംഗീത നാടക അക്കാദമി അവതരിപ്പിച്ചു. ആ നാടകത്തിലൂടെയാണ്, അതിന്റെ നാടകത്തിൽ അഭിനയിച്ച ആളാണ് പിന്നീട് എന്റെ ജീവിതത്തിൽ ഭാര്യയായിട്ട് വന്നതും ഇന്ന് എന്റെ മകന്റെ അമ്മയായിട്ടിരിക്കുന്നതും. ആ ഓ, 12 പേജ് അങ്ങനെ ഒരു നാടകമാണ്. ടെസ്റ്റ് കൂടി ഉണ്ട്. അത് എന്താണ് നാടകത്തിലൂടെയാണ്. പുലിപ്പെണ്ണ്? പുലിപ്പെണ്ണ് പുലിപ്പെണ്ണ് ജീവിത സഖി. ജീവിതത്തിൽ സഖിയായി. ആ നാടകമാണ് മകൻ ജനിക്കാനും കാരണമായി. എന്റെ പാരമ്പര്യത്തിന്റെ തുടർച്ച പോലും നാടകത്തിലൂടെ സംഭവിച്ചെന്ന് വേണമെങ്കിൽ പറയാം. അത് ശരി. നാടകമാണ് കാരണം. ചങ്ങാതി എന്റെ ചങ്ങാതി ഞാൻ എന്നെ കണ്ടോട്ടെ, കണ്ണാടി ഇല്ലാതെ എന്നെ ഞാൻ നിന്നിൽ കണ്ടോട്ടെ, നിന്നിൽ കണ്ടോട്ടെ. ഇത്ര നാൾ എത്രയോ ദൂരം നടന്ന് തളർന്നു മടുത്തൊരു കാലുകൾ, ഒത്തിരി ഊർജം പകർന്നു കരുത്തിന്റെ പുത്തൻ പ്രമാണങ്ങൾ തന്നവനെ, പുത്തൻ പ്രമാണങ്ങൾ തന്നവനെ. ചങ്ങാതി എന്റെ ചങ്ങാതി, ആരും വരാത്തൊരു കുന്നിൻ മുകളിലെ പച്ച നിറത്തിലെ എന്റെ വീട്ടിൽ, കാറ്റിനെ കൂട്ടി നീ വീട്ടിലേക്ക് എത്തുന്നു, തോഴാ നിനക്കെന്റെ സ്നേഹബാഷ്പം, തോഴാ നിനക്കെന്റെ സ്നേഹബാഷ്പം. പിരിയുവാനാകത്തൊരാത്മബന്ധം തന്നു, ചോറ്റുപാത്രത്തിലെ ചോറു തന്നു, തല ചായ്ക്കുവാൻ ആലയമില്ലാതലഞ്ഞപ്പോൾ നിൻമടിത്തട്ടെനിക്കാലംബമായി, നിൻമടിത്തട്ടെനിക്കാലംബമായി. തോഴാ നിനക്കെന്നെ വേണ്ടാതെ വന്നാലും നീ എനിക്കെന്നും ആ ചങ്ങാതിയാ. പെൺമണപ്പൂക്കൾ വിടർന്നു വിലസുന്ന പ്രണയപ്രഹേളിക പൂവനത്തിൽ, കാറ്റിനെ കൂട്ടി ഞാൻ പാടുവാൻ പോകുമ്പോൾ എന്തിനു നീ എന്നെ പിൻവിളിച്ചു, എന്തിനു നീ എന്നെ പിൻവിളിച്ചു. അസ്ഥിരമാണീ വസന്തം നിറം കെട്ട ഗ്രീഷ്മം വിഷാദ വിയോഗകാലം, നന്ദി സുഹൃത്തെ പിൻവലിച്ചെന്നെ നീ പ്രേമപ്രലോഭന കാട്ടിൽ നിന്നും, പ്രേമപ്രലോഭന കാട്ടിൽ നിന്നും. അപ്പൊ എല്ലാവർക്കും നല്ല നമസ്കാരം. നല്ല നമസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കിടിലൻ പുപ്പുലിയുടെ അടുത്താണ് ഞാൻ ഇരിക്കുന്നത്. ഇത് ജിജി കലാമന്ദിർ. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഈ നാടക വേദികളിലും ഒക്കെ തന്നെ വളരെ നിർണായകമായ ചില ഇടപെടലുകൾ നടത്തിയ, രംഗബോധമില്ലാത്ത കോമാളിയെ പോലെ അഭിനയിച്ച് ജീവിതത്തിൽ ഓടിപ്പോയ എന്നൊക്കെ സാഹിത്യ ഭാഷയിൽ പറഞ്ഞ അങ്ങനെയുള്ള പ്രിയപ്പെട്ട ജിജി കലാമന്ദിർ. അതോടൊപ്പം തന്നെ നിങ്ങൾ ഉപ്പും മുളകും എന്ന് പറയുന്ന ഒരു പരമ്പര കണ്ടിട്ടുണ്ടാവും. ഈ എൻ്റെ അടുത്തിരിക്കുന്ന ഈ സാറ് അഭിനയിച്ചിട്ടുണ്ട്. തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നാടകത്തിൽ ഡിഗ്രി എടുത്തിട്ടുണ്ട്, പിജി ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബാച്ചുകാരിയായിരുന്നു നമ്മുടെ കനി കുസൃതി എന്ന് പറയുന്ന നടി. ഒരുപാട് പ്രഗത്ഭര് ഇന്ന് ജയഫൈസിന്റെ തൊട്ടടുത്ത് അദ്ദേഹത്തെ കിട്ടിയിരിക്കുകയാണ്. ഒരു താത്വികപരമായിട്ടൊരു വിലയിരുത്തല്, കുറച്ച് കാര്യങ്ങളുണ്ട്, കുറേയധികം കാര്യങ്ങളുണ്ട്. ഇങ്ങനെ പതുക്കെ ഇങ്ങനെ തുടങ്ങിയിട്ട് ചാലക്കുടി പുഴയുടെ അടുത്തായിരിക്കണം, ഒരു പുഴ പോലെ ഇങ്ങനെ പതുക്കെ അങ്ങോട്ട് തുടങ്ങിയിട്ട് നമുക്കൊരു ഒരു കായലായി, ഒരു കടലായിട്ട് അങ്ങോട്ട് പെരുപ്പിക്കാം അല്ല സാറേ? അപ്പൊ തുടങ്ങല്ലേ? പിന്നെന്താ, തുടങ്ങാൻ പോവാ. ചാലക്കുടിയുമായിട്ടുള്ള എൻ്റെ ഒരു ബന്ധത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ബന്ധമാണ്. ഏതാണ്ട് ഒരു 20 വർഷത്തോളമായി കാണും. 20 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ബന്ധമാണ്. അദ്ദേഹത്തിൻ്റെ പേര് ജോണി മിഖായേൽ എന്നാണ്.
അദ്ദേഹം ചാലക്കുടിക്കാരനാണ്, ഇവിടുത്തെ സ്വദേശിയാണ്. പക്ഷേ നമ്മളിപ്പോൾ ഈ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം നമ്മുടെ കൂടെ ഇല്ല. നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. അദ്ദേഹം ഒരു നല്ല ചിത്രകാരനായിരുന്നു. അതുപോലെ തന്നെ നല്ല ചിന്തകളുള്ള ആളായിരുന്നു. അതുപോലെ നാടക ആസ്വാദകനായിരുന്നു. പ്രത്യേകിച്ച് നാടക ആസ്വാദകൻ. ആ നാടകം വഴിയാണ് ഞാൻ ഈ ജോണി മിഖായൽ എന്ന് പറയുന്ന വ്യക്തിയെ ആദ്യമായിട്ട് കാണുന്നതും പരിചയപ്പെടുകയും ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് എല്ലാ വർഷവും സൂര്യ കൃഷ്ണമൂർത്തി സാറിന്റെ നേതൃത്വത്തിൽ സൂര്യ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുകയും ആ സൂര്യ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് നാടക ഉത്സവങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. അതുപോലെ ഒരു സൂര്യ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് നടത്തപ്പെട്ട നാടകത്തിന്റെ ഉത്സവത്തിന്റെ അന്നാണ് ഞാൻ ആദ്യമായിട്ട് ജോണി മിഖായലിനെ കാണുന്നത്. പിന്നീട് കൂടുതൽ അടുത്തു. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹം നല്ലൊരു ചിത്രകാരനാണ് എന്നതിലുപരി അദ്ദേഹത്തിന്റെ ചിത്രം ഈ മരങ്ങളെക്കുറിച്ച് അദ്ദേഹം ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. അത് പലപ്പോഴും മനുഷ്യനുമായിട്ട് സാമ്യപ്പെടുത്തി, പ്രകൃതിയും മനുഷ്യനുമായിട്ട് സാമ്യപ്പെടുത്തി മരങ്ങളെ സിംബലൈസ് ചെയ്തുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു സീരീസ് ഓഫ് വർക്ക്, ട്രീസിന്റെ ഒരു സീരീസ് ഓഫ് വർക്ക് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറേ നാൾ അദ്ദേഹത്തിന്റെ ആ ചിത്രങ്ങൾ വരച്ച പുസ്തകം സൂക്ഷിച്ചിരുന്നത് ഞാനാണ്. കൂടുതലും ചാലക്കുടിക്കാരനാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സർഗാത്മക കാര്യങ്ങളൊക്കെ നടന്നിരുന്ന സ്ഥലം തിരുവനന്തപുരത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കാലഘട്ടത്തിൽ കൂടുതലും ജോണി മിഖായൽ തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു. പിന്നീട് ഞാൻ കാണുന്നത് ചിത്രകാരനായ ജോണി മിഖായൽ സാക്ഷാൽ കാവാലം നാരായണ പണിക്കർ സാറിന്റെ നാടക സംഘത്തിൽ, സോപാനം തിയേറ്റർ ഗ്രൂപ്പിന്റെ ചില നാടകങ്ങളുടെ വസ്ത്രാലങ്കാര ഡിസൈനറായിട്ടും സെറ്റ് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടാക്കുന്ന കലാസംവിധായകനായിട്ടും ഒക്കെ പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ആ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നത് ഇന്ത്യയിലെ തന്നെ പ്രശസ്ത സംവിധായകനായി മാറിയ ജി അരവിന്ദനായിരുന്നു. അതേ സ്ഥാനത്ത് പിന്നീട് ഞാൻ കാണുന്നത്, എനിക്ക് കാണാൻ കഴിയുന്നത് ഈ ജോണി മിഖായലിനെയാണ്. എൻ്റെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്, അതിഥിയായിട്ട് വന്നിട്ടുണ്ട്, തങ്ങിയിട്ടുണ്ട്. വളരെ നല്ലൊരു സൗഹൃദവും സ്നേഹവുമായിരുന്നു. പക്ഷേ പിന്നീട് ഗ്രാജ്വലി എന്തോ തുടർന്നുള്ള ഇത് ആ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാനോ നിലനിർത്താനോ എനിക്ക് കഴിയാതെ പോയതാണ്. പിന്നീട് എപ്പോഴാണ് അറിയുന്നത് ജോണി മിഖായൽ മരണപ്പെട്ടു എന്നുള്ളൊരു, അത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, ഒരിക്കലും പ്രതീക്ഷിതമായിട്ടാണ് ആ വാർത്ത അറിയുന്നത്. നല്ല ഏതായാലും വളരെ ചിന്തകളുള്ള, കാറ്റ് പോലെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന, ചിന്ത കൊണ്ട് ഉന്നതനായിട്ടുള്ള, മനുഷ്യസ്നേഹം കൊണ്ടും സൗഹൃദം കൊണ്ടും വലിയൊരു മനുഷ്യനായിരുന്നു ജോണി മിഖായൽ. തീർച്ചയായിട്ടും ചാലക്കുടിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ജോണി മിഖായലിനെ കുറിച്ചും എനിക്ക് സംസാരിക്കേണ്ടി വരുന്നു. അത്തരത്തിലുള്ള ഒരു നല്ല സൗഹൃദ അനുഭവമാണ് ചാലക്കുടിക്കാരനായിട്ടുള്ള ജോണി മിഖായലിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടുള്ളത്. പ്രേക്ഷകനെ അടിച്ചിറക്കുകയല്ല നാടകം വേണ്ടത്. പ്രേക്ഷകനെ പിടിച്ചിരുത്താനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കുകയാണ് നാടകം ചെയ്യേണ്ടത്. ഞാൻ കണ്ടത് പ്രേക്ഷകനെ അടിച്ചിറക്കി വിടുന്നതാണ്. അതിനുള്ള മറുപടിയായിട്ടൊരു നാടകം കളിച്ചത്. ഇതാണ് ജിജോ കലാമന്ദിർ. കൂടുതൽ ഞാൻ ഇൻട്രൊഡക്ഷൻ വലിയ പരത്തി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനിയിപ്പോ നേരിട്ട് കിടക്കാം. കവിതകൾ എഴുതിയിട്ടുണ്ട്. കവിതകളായിരുന്നു എൻ്റെ എഴുത്തിന്റെ തുടക്കം. ഡയറിക്കുറിപ്പുകൾ കവിതകളായി, അങ്ങനെ ഏതാണ്ട് 800ഓളം കവിതകൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതിൽ പല കവിതകളും കേരളത്തിലുള്ള പല ക്യാമ്പസുകളിലും പാടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഒരു അവർ ഉൾക്കൊണ്ട ഒരു കവിത എന്ന് തോന്നിയത് ചങ്ങാതി എന്ന് പറയുന്ന ഒരു കവിതയാണ്. ചങ്ങാതി. ചങ്ങാതി സൗഹൃദത്തിനെ കുറിച്ച്. ഞാൻ പോണ്ടിച്ചേരിയിലായിരുന്ന സമയത്ത് സാമ്പത്തികമായിട്ടൊക്കെ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വന്നു. അത് ഞാൻ ഒരു വലിയ ഏജ്, ഏതാണ്ട് 35 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കാണ് എൻ്റെ സെക്കൻഡ് പി ജി ചെയ്യാനായിട്ട്, ഫസ്റ്റ് പി ജി ചെയ്യാനായിട്ട് അവിടെ പോകുന്നത്. അപ്പം ഞാൻ എൻ്റെ കാശിൽ തന്നെ നിന്ന് പഠിക്കുന്ന സമയമൊക്കെ ആയിരുന്നു. അവിടെയൊക്കെ സുഹൃത്തുക്കളാണ്. ഭക്ഷണത്തിന്റെ കാര്യത്തിലായിരുന്നാലും നമുക്ക് താമസിക്കാനുള്ള സൗകര്യമായിരുന്നാലും എല്ലാം സുഹൃത്തുക്കളാണ് സഹായിച്ചത്. ആ സമയത്ത് എഴുതിയ ഒരു കവിതയാണ് ചങ്ങാതി, സൗഹൃദത്തിനെ കുറിച്ച്. ചങ്ങാതി എന്റെ ചങ്ങാതി, ഞാൻ എന്നെ കണ്ടോട്ടെ, കണ്ണാടി ഇല്ലാതെ എന്നെ ഞാൻ നിന്നിൽ കണ്ടോട്ടെ, നിന്നിൽ കണ്ടോട്ടെ. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഡിംസ് മീഡിയ കോളേജ്, നമ്മുടെ മുരിങ്ങൂരുള്ള ഡിംസ് മീഡിയ കോളേജിന്റെ ഔട്ട് ഓഫ് ക്യാമ്പസ്, പുഴയോരത്തുള്ള ഔട്ട് ഓഫ് ക്യാമ്പസിന്റെ ഒരു മനോഹരമായ സ്ഥലത്താണ് ഇരിക്കുന്നത്. എൻ്റെ അടുത്തുള്ള ഈ അതിഥിയെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ ശരിക്കും പേര് ജിജിക്കുട്ടൻ എന്നാണ്. അദ്ദേഹം ഒഫീഷ്യലായിട്ട് സ്വീകരിച്ചിട്ടുള്ള പേര് ജിജി കലാമന്ദിർ എന്നാണ്. നമസ്കാരം. നമസ്കാരം, നമസ്കാരം, നമസ്കാരം. യെസ്. സാർ ഒന്ന് പരിചയപ്പെടുത്താമോ? സാറിന്റെ മേഖലകൾ, മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താണെങ്കിൽ. ഈ പറഞ്ഞതുപോലെ എന്റെ പേര് യഥാർത്ഥത്തിൽ റെക്കോർഡിക്കലി ഉള്ള പേര് ജിജിക്കുട്ടൻ എന്നാണ്. അതെ. പിന്നെ അതിനകത്തുള്ള കുട്ടൻ, കുറച്ച് മുതിർന്ന പ്രൊഫഷണലായിട്ട് ജോലിയൊക്കെ പോയി എഴുത്ത് അല്ലെങ്കിൽ അഭിനയ സംവിധാനമൊക്കെ ചെയ്യാൻ തുടങ്ങി, പ്രൊഫഷണലിയൊക്കെ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഈ കുട്ടൻ നമ്മൾ നേരിട്ട് കാണാതെ കുട്ടൻ. കേൾക്കുന്ന ആൾക്കാർ, ഫോണിലൂടെ ഒക്കെ കേൾക്കുന്ന ആൾക്കാർ ചെറിയ കുട്ടി, ഏതോ ഒരു 10-15 വയസ്സായ പയ്യൻ എന്നൊക്കെയുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുന്നു എനിക്ക് തോന്നലുള്ളത് കൊണ്ട് ഞാൻ ആ കുട്ടനങ്ങ് മാറ്റിയിട്ട് വീട്ടുപേര് കലാമന്ദിർ എന്നാണ്. അതും കൂടി പേരിനോടൊപ്പം ചേർത്ത് അങ്ങനെ ഇപ്പൊ നമ്മുടെ പ്രൊഫഷണൽ മേഖലയിൽ നമ്മൾ അറിയപ്പെടുന്നത് ഈ പറഞ്ഞ ലിബി കലാമന്ദിർ എന്നുള്ളൊരു പേരിലൂടെയാണ്. പിന്നെ 4ാം ക്ലാസ്സിൽ തുടങ്ങുന്ന നാടക അഭിനയ ജീവിതമാണ്. അത് ഏതാണ്ട് ഈ അടുത്ത കാലം വരെ സ്വദേശം ഉണ്ടായിരുന്നു. എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം ഞാൻ പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത് മുടങ്ങുന്ന ആ സ്ഥലമായിരുന്നു. പിന്നെ ഈ 4ാം ക്ലാസ് പറഞ്ഞ പോലെ 4ാം ക്ലാസ്സിലാണ് ആദ്യമായിട്ട് നാടകരംഗത്തേക്ക് വരുന്നത്. എൻ്റെ ഒരു വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു ഡ്രോയിങ് അധ്യാപകനുണ്ട്, സലാഹുദ്ദീൻ എന്ന് പറയുന്നത്. അദ്ദേഹം എന്നെ സത്യം പറയാൻ നിർബന്ധിച്ച് എന്നെ എനിക്ക് പേടിയായിരുന്നു, നിർബന്ധിച്ച് അഭിനയിപ്പിക്കാനായിട്ട് പുള്ളി അമ്മ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എന്നെ നിർബന്ധിച്ച് സ്റ്റേജിലേക്ക് കൊണ്ടുപോയായിരുന്നു. പിന്നീട് കുറെ നാള് എല്ലാ ക്ലാസ്സുകളിലും നാടകങ്ങൾ അവതരിപ്പിച്ചു. ശാസ്ത്രാർത്ഥി പരിഷത്തിന്റെ കുറെ നാടകങ്ങൾ
പിന്നെ ബാലവേദി എന്നും പറഞ്ഞ അതിന്റെ നാടകങ്ങൾ, മനോരമയുടെ അന്നത്തെ ബാലജന സഖ്യം അതിന്റെ നാടകങ്ങൾ, അങ്ങനെ കുറെ കുട്ടികളുടേതായിട്ടുള്ള കുറെ നാടകങ്ങൾ ഇങ്ങനെ അവതരിപ്പിച്ച് ആ സമയത്ത് എഴുതാറുണ്ടായിരുന്നു. ഒരു 8ാം ക്ലാസ്സിലൊക്കെ തൊട്ട് നാടകം എഴുതി തുടങ്ങി. 9ാം ക്ലാസ്സിലൊക്കെ എന്റെ സീനിയർ ആയിട്ടുള്ള 10ാം ക്ലാസ്സിലെ ആൾക്കാരെയൊക്കെ വെച്ചിട്ട് ഞാൻ തന്നെ എഴുതിയത്, ഞാൻ സംവിധാനം ചെയ്ത് സ്കൂളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതെന്താണ് നാടകം എങ്ങനെയാണെന്നൊന്നും അറിയില്ല, കണ്ടും കേട്ടു. അച്ഛന് നാടക മേഖലയായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്നു. അച്ഛൻ ഈ പറയുന്ന അസീസ് എന്ന് പറയുന്ന സിനിമകൾ അദ്ദേഹം നാടകരംഗത്തുണ്ടായിരുന്ന അതെ അതെ ആളാണ്. അത് അയില ഉണ്ണികൃഷ്ണൻ അതുപോലുള്ള ആ കാലഘട്ടത്തിലെ കുറെ അഭിനേതാക്കളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നാടക പ്രവർത്തനമൊക്കെ അച്ഛനുണ്ടായിരുന്നു. നാടകങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഒരു ജോലിയുടെ കൂടെ തന്നെ സമാന്തരമായിട്ട് നാടകങ്ങൾ ചെയ്തു. സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഒരു പഠനം അതിക്ക് മുൻപ് ഏതെങ്കിലും ഗൗരവമായിട്ടുള്ള ഏതെങ്കിലും ഇടപെടൽ ഉണ്ടായിരുന്നു? അത് സ്കൂൾ ഓഫ് ഡ്രാമയിലുള്ള ഒരു പഠനമാണോ ശരിക്കും പറഞ്ഞാൽ നാടകത്തിലേക്കുള്ള ഒരു ഞാൻ ഈ പറഞ്ഞ പോലെ പ്രീ ഡിഗ്രി സമയത്ത് തന്നെ നാടകത്തിനെ കുറിച്ചിട്ടൊക്കെ ഗൗരവമായിട്ടുള്ള ഒരു ആലോചനയും കാര്യങ്ങളും. കാരണം നമുക്ക് സ്വതന്ത്രമായിട്ട് ആരുടെയും വലിയ ഹെൽപ്പോ സഹായമില്ല, നമുക്ക് പറയാൻ പറ്റുന്നത് സിനിമ എന്നും എന്നും അന്നും ഇന്നും എന്നും മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് സിനിമ. കാരണം ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിലുണ്ടായ ആഗ്രഹമല്ല എന്നെ സംബന്ധിച്ച് സിനിമ എന്ന് പറയുന്നത്. ഞാനൊരു സിനിമ തിയേറ്ററിന്റെ തൊട്ട് താഴെയുള്ള വീട്ടിലാണ് ഞാൻ ജീവിച്ചത്. അപ്പൊ എന്റെ ചെറുപ്രായത്തിൽ തന്നെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, തിയേറ്റർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ പിന്നെ വീട് എല്ലാവരും കലാപരമായിട്ടൊക്കെ ബന്ധമുള്ള ആൾക്കാരായതുകൊണ്ട് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ഡിഗ്രി സമയമൊക്കെ ഞാൻ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു എൻ്റെ ആദ്യ ഡിഗ്രി, മലയാളം ലിറ്ററേച്ചർ ആയിരുന്നു. നമ്മുടെ ഇന്നത്തെ പ്രതിഭാധന്മാരായിട്ടുള്ള കുറേ കലാകാരന്മാരുടെ കൂടെയൊക്കെ പഠിക്കാൻ പറ്റും. ജാസിയാണ് എൻ്റെ സീനിയർ ആയിരുന്നു. ബാലഭാസ്കർ ഞാനൊക്കെ ഒരേ സമകാലീനരായിട്ടവിടെ പഠിച്ചായിരുന്നു. ശിവമുരളി, ശ്യാംബ്രജി, അങ്ങനെ കുറെ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്ന ഒരു നല്ല കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടായിരുന്ന സമയത്ത് അവിടെ പഠിക്കാൻ പറ്റി. ഈ സ്കൂൾ ഡ്രാമ അല്ലെങ്കിൽ കോളേജ് അങ്ങനത്തെ കുറെ നാള് ഞാനെന്ന് പറയുന്ന മനുഷ്യനെ ജീവിപ്പിച്ചത് ഈ പറയുന്ന സ്കൂൾ കലോത്സവങ്ങളും യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളുമാണ്. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് ഫറൂഖ് കോളേജിന് വേണ്ടി സ്കിറ്റ് ചെയ്തപ്പോൾ 9 വർഷം തുടർച്ചയായിട്ട് സ്കിറ്റിന് ഫസ്റ്റ് ആയിരുന്നു. തുടർച്ചയായിട്ട് 3 കൊല്ലം തുടർച്ചയായിട്ട് കേരള യൂണിവേഴ്സിറ്റി മോണോ ആക്ട് ഫസ്റ്റ് ആയിരുന്നു. ആ മോണോ ആക്ടിൽ നിന്ന് പലരും അവകാശവാദം അവരുടേതാണെന്ന് പറയുന്നുണ്ട്. ഞാൻ എഴുതിയ മോണോ ആക്ടാണ് മോണോ ആക്ട് വേദിയുടെ ശുദ്ധികലശം. മോണാക്ട് വേദിയിലെ ശുദ്ധികലശം അത് മറ്റു പലരും അവരുടെ സ്ക്രിപ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല, ഇതിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അറിയാം ആരാണ് അവകാശവാദം ഉന്നയിക്കുന്നത് എന്നുള്ളത്. അത് 2009 മെഡിക്കൽ കോളേജിൽ അന്നത്തെ മെഡിക്കൽ കോളേജിന്റെ ചെയർമാൻ ആയിരുന്ന വിനീത് മെഡിക്കൽ കോളേജ് കേരള യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് നിന്നിരുന്ന സമയത്ത് കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ 2009 ഡോക്ടർ വിനീതിന് വേണ്ടി ഞാൻ എഴുതി ചിട്ടപ്പെടുത്തി കൊടുത്ത മോണാക്ടാണ് മോണാക്ട് വേദിയുടെ ശുദ്ധി കലശം. അപ്പൊ ആ മോണാക്ടിന് പ്രത്യേകത ഉണ്ട്. ഒരു പക്ഷെ അതിനുശേഷം എനിക്ക് പോലും എഴുതുമ്പോഴത്തേക്ക് അതിന്റെ മോണൊരു സാധനം എഴുതാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. നമ്മൾ ഇന്നലെ വരെ കണ്ടുകൊണ്ടിരുന്ന സകല മോണോആക്ട് കഥാപാത്രങ്ങളെയും മോണോആക്ട് സമ്പ്രദായങ്ങളെയും, എന്താണ് ഈ ട്രോൾ എന്നൊക്കെ പറയുന്ന വാക്ക് സജീവമാകുന്നതിന് മുമ്പാണ് 2009 ട്രോളിക്കൊണ്ടുള്ള ഒരു മോണോആക്ടാണ്. മൊത്തം മൊത്തം ട്രോളിക്കൊണ്ടുള്ള അഭിനയമാണ്. അതായത് ഇന്ന സ്ഥിരം കഥാപാത്രങ്ങൾ വരും. അതിൽ രസകരമായ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇതിപ്പോ എന്താണ് ചെസ്റ്റ് നമ്പർ 100 വിചാരിക്കുക. 100 ഫസ്റ്റ് നമ്പർ. താഴോട്ടുള്ള ഈ ഐറ്റം കയറി അവതരിപ്പിച്ചു കഴിഞ്ഞാൽ താഴോട്ടുള്ള ഒരു 7 ഐറ്റം വരൂല, അവതരിപ്പിക്കില്ല, സ്റ്റേജ് കയറാതെ പോകും. കാരണം അവർ ചെയ്യാൻ വെച്ചിരിക്കുന്ന കളിയൊക്കെയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. മുൻകൂറായിട്ട് അവർ ചെയ്യാൻ വെച്ചിരിക്കുന്ന വെളിച്ചപ്പാട്, ഭ്രാന്തിയായിട്ടുള്ള തള്ള, മന്ദബുദ്ധി, അങ്ങനെയൊക്കെയുള്ള ക്യാരക്ടറൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പ്രത്യേക ഒരു ഡയലോഗ് ഉണ്ട്, വീഴ്ചയ്ക്കും അലർച്ചയ്ക്കും അനുസരിച്ചായിരിക്കും മാർക്ക്. അതുകൊണ്ട് പരമാവധി സ്റ്റേജിൽ നീ വീഴുക, പരമാവധി അലർച്ച അങ്ങനെയാണ് സാറ് മോണോആക്ട് പഠിപ്പിക്കുന്നതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അത് ഇപ്പൊ പോലും അത് അവതരിപ്പിക്കപ്പെടുന്നുണ്ടെന്നുള്ളത് ഞാൻ ഈ അടുത്ത കാലത്ത് അറിഞ്ഞത്. നമ്മുടെ GS പ്രദീപണ്ണന്റെ മകൻ ആ മോണോആക്ട് അവതരിപ്പിച്ചു. ആ മോണോആക്ട് എഴുതിയ ആളെന്നും പറഞ്ഞുകൊണ്ട് ആ മോണോആക്ട് പഠിപ്പിച്ചു കൊടുത്ത ഒരാൾ പോയി 10,000 രൂപ GS പ്രദീപണ്ണന്റെ വാങ്ങിയെന്ന് പറഞ്ഞു. എഴുതിയ ആൾ അവിടെ നിൽക്കുകയാണ്. അത് എഴുതിയ ആളാണെന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ അയാളുടെ നിന്ന് കാശ് വാങ്ങി എന്നുള്ള കാര്യം പറഞ്ഞു. ചിലപ്പോൾ അയാളും കേൾക്കുന്നുണ്ടായിരിക്കും, കാണുന്നുണ്ടായിരിക്കും, കാണട്ടെ. പക്ഷെ ഇത് ട്രൂത്ത്, യാഥാർത്ഥ്യം. എനിക്ക് തന്നെ എന്റെ ടാലന്റ് ഭയപ്പെടുത്തുന്നതായിട്ട് മാറി. എന്റെ കൂടെ നിന്നവർക്ക് ഞാൻ വലിയൊരു ശത്രുവായി മാറി. അപ്പൊ ഞാൻ ഒഴിഞ്ഞുകൂടും മത്സരവേദികളിൽ നിന്നും. ഇനി മത്സരവേദികളിലേക്ക് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തുടർച്ചയായിട്ട് ഫസ്റ്റുകൾ വാങ്ങിച്ചു. ഫസ്റ്റ് പ്രൈസ് തുടർച്ചയായിട്ട് പല ഇവന്റിനും വാങ്ങിയിട്ടുണ്ട്. അറിയാം ഒരു ക്ലീശ ഇങ്ങനെ വരാൻ വേറെ സാധനം വെച്ചു കൊടുത്തത് ഫസ്റ്റ് ആണ്. കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെയാണ് കിട്ടുന്നത്. ഷാർപ്പ് ഒബ്സർവേഷനിൽ ഒരു സാധനം നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതല്ലാത്ത മറ്റൊരു സാധനം നമ്മൾ വെച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഒരു പുതുമ അതിനകത്ത് ഉണ്ടായി വരുന്നുണ്ട്. സ്കിറ്റിനകത്ത് 6 പേര് ഓട്ടംതുള്ളലിൽ കളിച്ചിട്ടുണ്ട്. സ്കിറ്റ് 6 ഓട്ടംതുള്ളൽ വേഷം കെട്ടിട്ട് 6 ഓട്ടംതുള്ളൽ കലാകാരന്മാരായിട്ട് ലൈവും മൃദംഗമൊക്കെ വെച്ചിട്ട് സ്കിറ്റ് കളിച്ചിട്ടുണ്ട്. അത് പുതുമയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്തു നോക്കുന്നതാണ്. നമ്മളൊരു പ്രസംഗം മറന്നു പോകും, ഒരു നാടകം കണ്ടാൽ നമ്മൾ മറക്കില്ല, നാടകം മനസ്സിൽ നിൽക്കും. അതുപോലെ ഒരു പെർഫോമൻസ് കണ്ടാൽ നമ്മൾ മറക്കില്ല, നോട്ട് ബുക്കിന്റെ ആവശ്യമില്ല. ഇവിടെ ആ പെർഫോമൻസ് അതേപടി മനസ്സിലുണ്ടെങ്കിൽ പരീക്ഷ എഴുതാം. കുട്ടികളെ പെർഫോമൻസ് ആസ്വദിക്കപ്പെടുന്നു, ആസ്വദിച്ചിരിക്കുന്നു. പുതുതലമുറയുടെ ഒരു ഇടപെടൽ എങ്ങനെയാണ്? പുതിയ പ്രതിഭകൾ വരുന്നുണ്ടോ? മീൻസ് ഈ നാടകത്തെ ഇപ്പോ കാവാലൻ സാറിന്റെ ഒക്കെ ആ സമയത്തുണ്ടായ ശിക്ഷകണത്തെ പോലെ തന്നെ കാണുന്ന സമൂഹം വരുന്നുണ്ടോ എന്നുള്ളൊരു ഒരു കാലഘട്ടത്തിൽ, അതായത് 90-ന്റെ ആ ഒരു സമയത്ത് സജീവമായിട്ട് ഞാനും അമച്ചർ മേഖലയിൽ സജീവമായിട്ട് ഉണ്ടായിരുന്നു. അന്ന് സന്തോഷ് സൗപർണിക, സതീഷ് ആറ്റിങ്ങില്, നമ്മുടെ രമേശ് KR രമേശ്, ശശീരൻ നടുവിൽ സാറ്,
അങ്ങനെ കുറെ ആൾക്കാർ, ഓണന്തുരുത്ത് ആ രാജശേഖരൻ, ഓണന്തുരുത്ത് ഓണന്തുരുത്ത് രാജശേഖരൻ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ നാടകങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അന്ന് ഞാൻ ഇവരുടെ പിൻപറ്റുകാരനാണ്. കാരണം ഇവര് മുന്നിൽ നിൽക്കുന്ന ആൾക്കാരാണ്, ഓ നമ്മൾ പുറകെ പോകുന്നവരാണ്, അന്ന് പ്രായത്തിലും കുറവാണ്. അപ്പൊ ഞാനൊക്കെ അത്ഭുതപ്പെട്ട നാടകങ്ങളുണ്ട്. ഈ ഓണന്തുരത്തിന്റെ ഒക്കെ എന്താണ് ഏരക പുല്ലുകൾ എന്ന് പറയുന്ന നാടകമൊക്കെ, മുറജപത്തിന് പോയ രണ്ട് സഞ്ചാരികൾ, പ്രസാദ് സാറിന്റെ, നരേന്ദ്ര പ്രസാദ് സാറിന്റെ, ഇതൊക്കെ കണ്ടിട്ടുണ്ട് അമച്ചർ നാടക പ്രസ്ഥാനത്തിനകത്ത്. അപ്പം ഇപ്പം നരേന്ദ്ര പ്രസാദ് ആയിരുന്നാലും, നാടകയോഗം രഘു ആയിരുന്നാലും, കാവാലം സാറായിരുന്നാലും, ഒരു പരിധിവരെ നമ്മുടെ സംഘാടകൻ എന്നുള്ള രീതിയിൽ രഘുത്തമൻ സാറായിരുന്നാലും, ജ്യോതിഷ്, നമ്മുടെ എം ജി ഓ ജ്യോതിഷ് ആയിരുന്നാലും, പിന്നെ ഇങ്ങനെയുള്ള ഒരു ആൾക്കാര്, അവര് നാടകത്തിന്റെ സങ്കേതങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് പുതിയ നാടക സങ്കല്പങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചു. ആ അപ്പൊ അത് പരീക്ഷണങ്ങളാണ്, ആ എക്സ്പെരിമെന്റുകളാണ്. അത് ഒരു പക്ഷേ ജനം അഡ്മിറ്റ് ചെയ്യാതിരിക്കാം. അൾട്ടിമേറ്റ് ഈസ് ആൻ ആക്ടർ, ദാറ്റ് ഈസ് ദ പൂർ തിയേറ്റർ, റിയൽ പൂർ തിയേറ്റർ. ആക്ടറാണ് അൾട്ടിമേറ്റ് എന്ന് പറയുന്ന ചിന്തയിലാണ് ഏറ്റവും മഹത്തരമായ നാടകങ്ങൾ ഉണ്ടാകുന്നതാണ് എന്റെ വിശ്വാസം. അവിടെ കടലൊന്നും കാണിക്കേണ്ട, LED വെച്ച് കടലൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ സങ്കേതങ്ങൾ, ഇപ്പൊ കാവാലം സാർ കൊണ്ടുവന്നത് ഒരു നാടിൻ്റെതായിട്ടുള്ള ഇൻഡിജീനിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, പൈതൃകപരമായിട്ടുള്ള കലാരൂപങ്ങളും കാര്യങ്ങളും വേറൊരു രീതിയിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് നാടകം എന്ന് പറയുന്ന കലാരൂപത്തിനകത്ത് വിളക്കി ചേർക്കാൻ പറ്റിയപ്പോൾ അതൊരു സമ്പ്രദായമായിട്ട് മാറി. കാവാലം സാറിനെ അനുകൂലിക്കുന്നവരുണ്ട്, പ്രതികൂലിക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത്, അദ്ദേഹം ഈ പറയുന്ന നാടിൻ്റെതായിട്ടുള്ള ചില സാംസ്കാരിക കലാരൂപങ്ങളുടെയും കൂടെ സാധ്യത പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നാടകത്തിൽ ബ്ലെൻഡ് ചെയ്ത് അതിനെ ഒരു കാവാലം സമ്പ്രദായമാക്കി മാറ്റി. അത് തനതാണോ എന്ന് കേട്ടാൽ തനതാണെന്ന് നമുക്ക് പറയാം. കേരളത്തിൽ നിന്നുണ്ടായ ഒരു കേരളീയൻ ഉണ്ടാക്കിയ നാടകം എന്നുള്ളതുകൊണ്ട് തനതാണെന്ന് പറയാം. ഇനി അതല്ല തനതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും അറിവ് എനിക്ക് ഇല്ലാന്നേ മറുപടി ഉള്ളൂ. പക്ഷെ ഒരു അത് ആ സമ്പ്രദായം സൃഷ്ടിച്ചു, ഒരു സമ്പ്രദായം. പക്ഷെ ആര് അതിനുശേഷം ആര് എന്നുള്ളതാണ്. പുതിയൊരു വികാസം ഇതിലേക്ക് വരുന്നില്ല. മത്സരവേദിയിൽ മാത്രമാണ് ഇപ്പോൾ പിന്നെ ഞാൻ നടക്കുന്നത്. പറഞ്ഞ ഇപ്പോൾ പല അമച്ച നാടകങ്ങൾ സാറൊക്കെ കണ്ടിട്ടുണ്ടാവും. സ്പൈനൽ കോഡ്, അതുപോലെ തന്നെ അത് ദീപൻ ശിവരാമനൊക്കെ ഉൾപ്പെടുന്ന ഒരു മേഖല ചെയ്യുന്ന നാടകങ്ങളും സംഗതികളും. പക്ഷെ എത്രത്തോളം അത് ജനങ്ങളിലേക്ക് അത് എത്രത്തോളം ജനവൽക്കരിക്കപ്പെടുന്നു. സാറ് നേരത്തെ പറഞ്ഞ മാതിരി കുട്ടികൾ നാടകം ചെയ്യുന്നു എന്നൊരവസ്ഥയിലേക്ക് എത്തുന്നു. ഇപ്പൊ കാവാലം നാരായണ സാറൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു വികാസം അത് ഇപ്പോ ഒരു പരീക്ഷ നാടകങ്ങളിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങപ്പെടുന്നു എന്നുള്ളൊരു ഇതിന്റെ അഭിപ്രായം. ഒരു വലിയൊരു ഉത്തരവാദിത്വം ഈ നമ്മുടെ കേരളത്തിന്റെ നാടക മേഖലയുടെ, പ്രൊഫഷണൽ നാടക മേഖലയിൽ നിൽക്കുന്നവർക്ക് വലിയൊരു ഉത്തരവാദിത്വമാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടിട്ട് എനിക്ക് സ്വയം ചിരിക്കണോ ദയനീയതയാണോ എന്ത് തോന്നിയെന്നറിയില്ല. നാടകത്തിന്റെ പോസ്റ്ററുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഈ ആ, കഴിഞ്ഞ വർഷം ഇറങ്ങിയിരിക്കുന്ന പ്രൊഫഷണൽ നാടകത്തിന്റെ പോസ്റ്ററുകൾ, എല്ലാ പോസ്റ്ററും സിനിമാ പോസ്റ്ററുകളുടെ സ്വഭാവം. ആ, ഞാൻ കണ്ടൊരു കാര്യമാണ്, എനിക്ക് ചിരിയാണ് വന്നത്. എല്ലാ പോസ്റ്ററുകൾക്കകത്തും സിനിമയുടെ പോസ്റ്റർ എങ്ങനെയാണോ വരുന്നത്, സിനിമാ പോസ്റ്ററും പലതും ക്ലീശ ആയതുകൊണ്ടാണല്ലോ അതുമായിട്ട് സിമിലാരിറ്റി നമുക്ക് തോന്നുന്നത്. സിനിമാ പോസ്റ്ററുകൾ പോലെയാണ് ചെയ്തിരിക്കുന്നത്, കോൺഷ്യസ്ലി ചെയ്യുന്നതാണ്. എന്തിന് നാടകം സിനിമയെ ആശ്രയിക്കണം? സിനിമ നാടകത്തിനെ സിനിമ ആശ്രയിക്കട്ടെ. നാടകം. നാടകം ഇൻഡിവിജ്വൽ ഒരു ആർട്ടാണ്. നമ്മൾ ഒരു ഒരു എന്താണ് മൂന്ന് കമ്പ് വെച്ചിട്ട് അതിന്റെ മുകളിൽ ചാക്കിട്ടിട്ട് അതിന്റെ മുകളിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് തേച്ച് പെയിന്റ് ചെയ്തിട്ട് അതാണ് പർവ്വതം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സെറ്റ് അവിടെ കൊണ്ട് വെക്കുമ്പോൾ അതിനകത്ത് ഒരു ആർട്ട് അപ്രോച്ച് ഉണ്ട്. പകരം LED വാൾ വെച്ചിട്ട് എവറസ്റ്റ് ഷൂട്ട് ചെയ്തിട്ട് അത് കൊണ്ടുവന്നിട്ട് ഇത്രയും വലിയ ചെറിയ 6 അടിയുള്ള മനുഷ്യന്റെ ബാക്കിൽ 12 അടിയുള്ള LED വാളിൽ 10 അടിയുള്ള എവറസ്റ്റ് കാണിക്കുമ്പോഴത്തേക്ക് നാടകം അങ്ങനെയാണ് മരിക്കുന്നത്. നാടകത്തിന് നാടകത്തിന്റെ ഐഡന്റിറ്റി ഇല്ലേ? ഐഡന്റിറ്റി ശരിക്കും പറഞ്ഞാൽ മരണപ്പെടുകയാണ്. ഐഡന്റിറ്റി മരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ LED, ഞാൻ 2 മീഡിയം പഠിച്ച ആളാണ്. ഓ, അതായത് ഒരു മൾട്ടിമീഡിയം പഠിച്ചിട്ടുണ്ട്. മൾട്ടിമീഡിയം പഠിച്ചിട്ടുണ്ട്, തിയേറ്ററിൽ തിയേറ്ററും പഠിച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൈകാര്യം ചെയ്യാൻ ഇത് സോഫ്റ്റ്വെയർ അറിയാന്നുള്ള ആളാണ്. എന്റെ സർഗാത്മക പഠനം കഴിഞ്ഞ ആളാണ്. സാങ്കേതിക പഠനവും സർഗാത്മക പഠനവും കഴിഞ്ഞ ആളുണ്ട്. ഞാൻ ഒരിക്കലും നാടകം ചെയ്യുമ്പോൾ LED വാൾ വെക്കില്ല, എനിക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. ഞാനത് പഠിച്ച ആളാണ്. LED വാൾ വെക്കില്ല. LED വാൾ വെച്ച് എന്റെ പടം ഞാൻ കാണിക്കുമ്പോൾ, ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് പടം കാണിക്കുമ്പോൾ LED വാൾ വെക്കുമ്പോഴത്തേക്ക് അതിന്റെ ഫ്രണ്ടിൽ അഭിനയിപ്പിക്കാനും നിർത്തില്ല. ഇപ്പൊ രണ്ടും രണ്ട് മീഡിയ ആണെന്ന് അറിഞ്ഞുകൊണ്ട് എന്തിന് ഇവർ സിനിമയാക്കാൻ, നാടകമായിട്ട് നിൽക്കട്ടെ. നാടകം സിനിമയാക്കാൻ വ്യഗ്രതപ്പെടുന്നത് എന്തിനാണ് മനസ്സിലാകാത്തത്? സിനിമയുടെ ഒരു രീതികളുണ്ട്, സിനിമാറ്റിക് രീതികൾ. എന്തിന് ഫൈറ്റ് ഒക്കെ ഭയങ്കര ഇതായിട്ട് സിനിമയിലെ കാണുന്ന പോലെ ഫൈറ്റ് ഒക്കെ കാണിക്കുകയാണ്. ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ് എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനം ഇതിനകത്ത് വെച്ചിരിക്കുന്നത് അത്തരത്തിൽ. ശരിക്കും പക്ഷേ നാടകത്തിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ദൃശ്യവൽക്കരണത്തിന്റെ ഒരു സാധ്യതയേക്കാൾ ഉപരി എന്താണ് സാറ്? ഞാനത് തേടിയിട്ടുണ്ട്. നാടകം എന്ന് പറയുന്നത് ദൃശ്യകല തന്നെയാണ്. ഈ സാറ് പറഞ്ഞ മറ്റേ സ്റ്റണ്ടും ഇതൊക്കെ ഇപ്പൊ പുതിയ നാടകങ്ങളിൽ, പ്രൊഫഷണൽ നാടകങ്ങൾ നേരിട്ട് കാണുന്നതാണ്. ഇതൊരു ദൃശ്യവൽക്കരണത്തിന്റെ അനന്ത സാധ്യതകളിലേക്ക് നാടകത്തെ കൊണ്ടുപോയാൽ അത് എന്തെങ്കിലും അപകടമാണോ? ദൃശ്യവൽക്കരണം, ഇപ്പൊ മാഷ് പറഞ്ഞ കറക്റ്റ് ആണ്. ഈ വിഷ്വൽ ഓറിയന്റഡ് ആയിട്ടുള്ള നമ്മൾ സർക്കസ് കാണുന്നത്, ഓ, സർക്കസ് അതിലെന്താ നമ്മൾ ആസ്വദിക്കപ്പെടുന്നത്? അതിന്റെ അവർ ചെയ്യുന്ന അഭ്യാസത്തിന്റെ എക്സൈറ്റ്മെന്റ്, അതിശയങ്ങളാണ്. അതെ. അപ്പൊ അതിന് നമ്മൾ ഗിമ്മിക്സ് എന്നൊക്കെ പിന്നെ നമ്മൾ എന്താണ് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ കാണുന്നത്. ഓ, നമ്മൾ ലൈറ്റ്. മൈസൂറൊക്കെ അതെ, പോകുമ്പോൾ അതെ. ആ ലൈറ്റിന്റെ മിന്നിക്കലും അത് ആ ഒരു ഗിമ്മിക്സ് നമ്മൾ കാണുകയാണ്. ഉം. ഈ സർക്കസും ഗിമ്മിക്സും കൂടെ ചേർത്ത് വെച്ചാൽ നാടകമാകില്ല. അതല്ല നാടകം. Yes. അതല്ല നാടകം. അതിനകത്തൊരു ജീവിതമുണ്ട്, ഒരു ആത്മാവുണ്ട്. നമ്മൾ കണ്ടതല്ലേ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന നാടകം. ഇവിടെ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയം ഉണ്ടായത്? ഇവിടെ എങ്ങനെയാണ് ജനാധിപത്യം കേരളത്തിൽ ഉണ്ടായത്? നാടകത്തിലൂടെയല്ലേ. നാടകത്തിലൂടെയും കലയിലൂടെയും ഇവിടെ ജനാധിപത്യം വരെ വരുന്നത്. ജനാധിപത്യത്തിലൂടെ അധികാരത്തിലെത്തുന്ന ഒരു നാടകം അങ്ങനെ സമൂഹത്തിന്റെ ഒരു ടൂള് ഇന്ന് നാടകം ആവുന്നില്ല എന്നാണ് സാർ. ആകുന്നില്ല. അന്ന് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അതിനുള്ള ആൾക്കാർ ഉത്തരവാദിത്വത്തോടുകൂടി അത് ചെയ്തു, ഇൻഫ്ലുവൻസ് ചെയ്തു. എത്ര വിഷയങ്ങൾ നമുക്ക് പറയാം.
ഉദാഹരണത്തിന് കേരളത്തിലാണ്, എൻ്റെ ഒരു ഒബ്സർവേഷനിൽ കേരളത്തിലാണ് ഒരുപാട് രോഗികളുള്ളത്. അതായത് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ക്യാൻസർ ഇങ്ങനെ വരുന്ന അസുഖങ്ങളുള്ള ഒരുപാട് രോഗികളുള്ള ഒരു സ്റ്റേറ്റാണ് കേരളം. ഏറ്റവും കൂടുതൽ വിവാഹമോചന കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന സ്ഥലമാണ് കേരളം. 100% സാക്ഷരരായിട്ടുള്ള സ്ഥലത്ത് എന്തുകൊണ്ട് വിവാഹമോചന കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു? ഇത്രത്തോളം ഡൈവേഴ്സ് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു? ഇങ്ങനെയുള്ള കുറെ വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ട് അതിനെക്കുറിച്ച് സ്ക്രിപ്റ്റുമായിട്ട് സാമൂഹ്യ പ്രശ്നങ്ങൾക്കകത്ത് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് മനുഷ്യൻ ചിന്തിക്കും, റിഫ്രഷ് ചെയ്യും. സൊസൈറ്റിയെ റിഫ്രഷ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പണിയെടുത്തവർ പണ്ടുണ്ടായിരുന്നു. ഇന്ന് അത് ചെയ്യുന്നില്ല. കാരണം എസ്റ്റാബ്ലിഷ്മെന്റ്, ക്രമങ്ങൾ, അത് അവർ ആഗ്രഹിക്കുന്നു. നാടകം ജനങ്ങൾക്കിടയിലേക്ക് എത്തി ജനങ്ങളിൽ മാറ്റം ഉണ്ടാകണമെന്നുള്ള ആത്മാർത്ഥതയ്ക്ക് അപ്പുറത്തേക്ക് നാടകം 500 സ്റ്റേജ് കളിക്കണം, 300 സ്റ്റേജ് കളിക്കണം, എന്റെ പേര് 10 പേര് അറിയണം, എനിക്കൊരു 10 ലക്ഷം രൂപ കിട്ടണം. തെറ്റാണെന്ന് പറയുന്നില്ല. അതാണ് ശരി. അതാണ് ശരി. എന്തിനു സമൂഹം നന്നാക്കണം? അതിന്റെ ആവശ്യമില്ല. നാടോടുമ്പോ നടുവേ നമ്മളോടും. സമൂഹം നന്നാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഒന്നാമത്തെ സ്കൂൾ മത്സരങ്ങൾ നിർത്തിയിട്ട് 1-ാം ക്ലാസ് തൊട്ട് 10-ാം ക്ലാസ് വരെ, +2 വരെ നാടകം പഠന വിഷയമാക്കണം. അത് അതിന്റെ സിലബസ്, കരിക്കുലം തയ്യാറാക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അറിയാവുന്ന ആൾക്കാരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നാടകം പഠന വിഷയമായിട്ട് കരിക്കുലം തയ്യാറാക്കിയിട്ട് ആ സ്കൂളിൽ നിന്ന്, ആ സ്കൂളിലെ കുട്ടികൾ എഴുതുന്ന, കുട്ടികൾ സംവിധാനം ചെയ്യുന്ന, കുട്ടികൾ അഭിനയിക്കുന്ന നാടകമാണെന്ന് ഉറപ്പുവരുത്തിയ നാടകങ്ങൾ മാത്രം മത്സരിക്കാനുള്ള, എക്സ്റ്റേണലിൽ പോയി നാടകം പഠിപ്പിക്കുന്ന ആൾക്കാരെ മാറ്റി നിർത്തണം. അങ്ങനെയാണ് പുതിയ സംവിധായകരുണ്ടാകും, പുതിയ എഴുത്തുകാരുണ്ടാകും. കഴിഞ്ഞ ഞാനിപ്പോ സംസ്ഥാന കലോത്സവം കൊട്ടിഘോഷിക്കുന്ന അതെ. 16 നാടകങ്ങൾ വന്നു. ആ. 16 നാടകങ്ങൾ വന്നു. ഈ നാടകങ്ങൾ എഴുതിയിരിക്കുന്ന ആരാ? 16 നാടകങ്ങൾ സംസ്ഥാന കലോത്സവത്തിന് കളിച്ചു എന്ന് പറയുന്നു. നാടകങ്ങൾ കളിച്ചു. ഉവ്വ്. ഈ 16 നാടകങ്ങൾ എഴുതിയിരിക്കുന്നത് ആരൊക്കെയാണെന്നും എഴുതിയിരിക്കുന്നവരുടെ പ്രായവും ഒന്ന് കണക്കാക്കുക. എന്റെ ഒരു അറിവിൽ എന്തായാലും 20 വയസ്സിന് മുകളിലുള്ള ആൾക്കാരായിരിക്കും എന്നാണ്. ഈ 16 ആ, നാടകങ്ങൾ എഴുതിയിരിക്കുന്നത് തീർച്ചയായിട്ടും 20 വയസ്സ്. ഒരു കുട്ടി പോലും ഒരു നാടകം എഴുതിയിട്ടില്ല. പിന്നെ എങ്ങനെ നാടകം വളരും? നമ്മൾ ഇന്നും ഷേക്സ്പിയറെ കുറിച്ചാണ് പറയുന്നത്. ഷേക്സ്പിയറുടെ നാടകങ്ങൾ സംവിധാനം ചെയ്തവരെ കുറിച്ചല്ല പറയുന്നത്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഷേക്സ്പിയറിനെ കുറിച്ച്, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഹാസനെ കുറിച്ച്, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ശങ്കരപ്പിള്ളയെ കുറിച്ച്. ശങ്കരപ്പിള്ള എന്ന് പറയുന്ന സംവിധായകനെ കുറിച്ചല്ല അപ്പോഴും സംസാരിക്കുന്നത്. അയാൾ എഴുതിയ നാടകങ്ങളെ കുറിച്ചാണ്. രചനയാണ് എക്സിസ്റ്റ് ചെയ്യപ്പെടുന്നത് പലപ്പോഴും. ഇപ്പൊ PM താജ് സംവിധാനം ചെയ്യുന്ന അദ്ദേഹം രചിച്ച നാടകങ്ങളെ കുറിച്ചാണ് രചന എക്സിസ്റ്റ് ചെയ്യപ്പെടുന്നത്. രചന ഹിസ്റ്ററി ആകുന്നത്. എത്ര പേര് ഈ പറയുന്ന ഒരു 15-നും 30-നും ഇടയ്ക്ക് എത്ര പേര് നാടക കൃത്തുക്കളുണ്ട്, നാടക മേഖലയിലേക്ക് എഴുത്തുകാരായി കടന്നു വരുന്നു? മറ്റൊരു അഭിപ്രായത്തിന്റെ ഇടയിൽ പറഞ്ഞോട്ടെ. ഇപ്പൊ സാറ് നേരത്തെ പറഞ്ഞ ഈ നാടകകൃത്തുക്കൾ തന്നെ ഇവരൊക്കെ ശരിക്കും തെളിയപ്പെട്ട ഇവരുടെ നാടകരചന നടന്ന പ്രായം ഏതായിരിക്കും? ഈ പറഞ്ഞ പ്രായത്തിനുള്ളിലാണ്. ഞാൻ നാടകം എഴുതി തുടങ്ങുന്നത്, ഞാൻ 9-ാം ക്ലാസ് നാടകം എഴുതി തുടങ്ങിയവനാണ്. എന്തുകൊണ്ട് പുതിയ തലമുറയിൽ നിന്ന് അങ്ങനെ ആൾക്കാർ ഉണ്ടാവുന്നില്ല? ഞാൻ കണ്ട നാടകങ്ങളാണ് എന്നെ നാടകകാരനാക്കിയത്, എന്നെ ഇൻസ്പയർ ചെയ്തതാണ്, എന്നെ എഴുതാൻ പ്രേരിപ്പിച്ചത്. അല്ലാതെ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ അപ്പനോ അമ്മയോ സ്കൂളിൽ പഠിപ്പിച്ച സാറന്മാർ ആരും നീ പോയി നാടകം എഴുതുമെന്ന് പറഞ്ഞിട്ടില്ല. അന്ന് അമ്പലപ്പുറമ്പുകളിലെല്ലാം നാടകമുണ്ട്. ഇത് കാണുമ്പോൾ നമുക്ക് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വരുന്ന ഭാഷ, അവർ പ്രയോഗിക്കുന്ന ഡയലോഗ്സ്, അതുപോലെ നമുക്ക് എഴുതാൻ പറ്റുമെന്നുള്ള ഒരു അന്വേഷണം, ക്യൂരിയോസിറ്റി. അങ്ങനെയാണ് ഞാനെന്ന് പറയുന്ന 9-ാം ക്ലാസ് വരെ എഴുതുന്നത്. ഒരു 9-ാം ക്ലാസ്സുകാരുടെ പ്രായം എത്രയായിരിക്കും? പക്ഷെ ഇന്നത്തെ തലമുറയിൽ ഒരു പക്ഷെ അവർക്ക് അതിനുള്ള അവസരം കിട്ടാത്തതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ ഒരു ഭയങ്കര ഹൈജാക്കിംഗ് മാഫിയ വേൾഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഈ മത്സര വേദികൾ. ഞാൻ എത്രയും നാൾ അതിൽ നിന്നതുകൊണ്ട് ഭയമുണ്ട് ആ വേദികൾ അല്ല? എനിക്കിപ്പോ ഭയമാണ്. ഞാൻ വിട്ടതാ, തലക്കുഴിഞ്ഞ് ഉപേക്ഷിച്ചതാ. കലകൾ കയറിൻ തുമ്പത്ത് കുരുങ്ങി കിടക്കും അതെ. എനിക്ക് അത് വേദികളിൽ. വിട്ടതാ. പിന്നെ ഇപ്പൊ കുറ്റബോധമുണ്ട്. ഞാൻ ഇപ്പൊ വിധികർത്താവായിട്ട് വിളിച്ചാൽ പോവാറില്ല. ഒരു കലാപരിപാടി ഞാൻ സംസ്ഥാന കലോത്സവത്തിനും കേരളോത്സവത്തിനും ഒക്കെ ജഡ്ജായിരുന്ന ആളാണ്. 100% സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. സ്കൂൾ ഈ കലോത്സവ പരിപാടികൾക്കകത്ത് പഠിപ്പിക്കാനോ മത്സരങ്ങൾക്ക് കുട്ടികളെ പങ്കെടുപ്പിക്കാനോ ജഡ്ജായിട്ടോ വിധികർത്താവായിട്ടോ ഞാൻ വരില്ല. അത് അവനവനോട് ചെയ്യുന്ന നീതികേടാണ്. ഒരു കലാകാരൻ അവനവനോട് ചെയ്യുന്ന നീതികേടാണ് ഈ പറയുന്ന വിധിക്കാൻ ചെന്നിരിക്കുന്നതും കാശ് വാങ്ങിയിട്ട് നാടകം പഠിപ്പിച്ച് മത്സരിക്കാൻ കൊണ്ടുപോകുന്നതും. ഞാൻ ചെയ്യില്ല. അത് എനിക്ക് തിരിച്ചറിവ്. ഞാൻ അതിൽ ഇപ്പൊ പശ്ചാത്തപിക്കുന്നു, ഒരു കാലഘട്ടത്തിൽ എത്ര ചെയ്തല്ലോ എന്നുള്ളത് പശ്ചാത്തലം. പക്ഷെ അത് കാരണം വേറെ ഡയമെൻഷനിൽ എന്റെ കൂടെ നിന്ന ആൾക്കാരൊക്കെ പലരും പല മേഖലയിൽ അറിയപ്പെടുന്ന ആൾക്കാരെ, കേരളത്തിൽ അറിയപ്പെടുന്ന വലിയ വലിയ നടന്മാരായവരുണ്ട്, ആർട്ട് ഡയറക്ടറായവരുണ്ട്. അങ്ങനെ ചില കാര്യങ്ങളുണ്ടായി. ഞാൻ അത്രയും സ്വാർത്ഥത അതിനകത്ത് കാണിച്ചില്ല. പൈസ മോഹിച്ചിട്ടല്ല നിന്നെന്ന് 100% എന്നെ സാക്ഷ്യപ്പെടുത്തി എനിക്ക് പറയാം. വേറൊരു കാര്യമുണ്ട്, ഈ നാടകത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് വൈകാരികമായിട്ട് സംസാരിക്കാൻ പറ്റും. വൈകാരികമായി പോകും. നാടകം തന്നെ ഒരു വൈകാരിക കാരണം തലമാണ്. നമ്മൾ കടന്നു വന്ന വഴികൾ, നടത്തിലൂടെ നടന്നു വന്ന വഴികൾ, അതൊരു വല്ലാത്ത വഴികളായിരുന്നു. നമ്മൾ ഒരു കലാകാരൻ സമാധാനത്തോടു കൂടി പോകേണ്ട ഒരാളാണോ? അത് അല്ല, അത് അതൊരു ചോദ്യചിഹ്നമായിട്ട് തന്നെ നിൽക്കട്ടെ. ശമ്പളം നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. സറണ്ടർ ആകും നമ്മൾ. ചില സാലറിയുടെ മുമ്പിൽ നമ്മൾ കലാകാരൻ സറണ്ടർ ആയി പോകും എന്നുള്ളതുണ്ട്. പക്ഷെ അതാണ് നമ്മൾ ചിലതൊക്കെ നമ്മൾ വിട്ടു പോയാലും ചിലത് നമ്മളെ വിട്ടു പോകൂല. ഈ കല അങ്ങനെ ഒരു ശാപം പിടിച്ച സാധനം. കല കളവും കലാകാരൻ കള്ളനുമാണെന്ന് പണ്ട് ആരോ പറഞ്ഞൊരു കാര്യം ഓർക്കാണ്. പക്ഷെ ജീവിതത്തിന്റെ മുന്നിൽ, രംഗബോധമില്ലാത്ത വേദികൾക്ക് മുന്നിൽ, അണിയറ നീക്കങ്ങൾക്ക് മുന്നിൽ കളവ് ചെയ്യാനാവാതെ പകച്ചു നിന്നുപോയ ജിജി കലാമന്ദിർ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ എന്നോടൊപ്പം ഇപ്പൊ കുറേ നേരം സംസാരിച്ചു. ജീവിതത്തിൽ അദ്ദേഹം നേടിയെടുത്തിട്ടുള്ള സാരാംശം ഇന്ന് കലയുടെയും രംഗപടങ്ങളുടെയും വേദികളുടെയും മുന്നിൽ നിന്നെല്ലാം മാറി ഒരു ധ്യാനാത്മകമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ
പ്രലോഭനങ്ങളിലൂടെ വീണ്ടും കല അദ്ദേഹത്തെ പിടിച്ചു വലിക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഈ ജിജോ കലാമന്ദിർ എന്ന് പറയുന്ന ജെ.കെ. സാർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട അധ്യാപകന് സ്വപ്നങ്ങളുണ്ട്. നാടകത്തെപ്പറ്റി, കലയെപ്പറ്റി, സിനിമയെപ്പറ്റി. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളിലേക്ക് നടന്നെടുക്കാൻ അദ്ദേഹത്തിന് ഏറെ സഹായങ്ങളേകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം. എഴുതുവാൻ 1000 കഥകളുണ്ടെങ്കിലും 2 വരി ഞാൻ കുറിച്ചു വയ്ക്കാം. എഴുതുവാൻ 1000 കഥകളുണ്ടെങ്കിലും 2 വരി ഞാൻ കുറിച്ചു വയ്ക്കാം. ഭൂമിയിൽ നിന്നും മടങ്ങുന്ന നേരത്ത് ഒരാലിംഗനം പോലെ 2 വരി. ഭൂമിയിൽ നിന്നും മടങ്ങുന്ന നേരത്ത് ഒരാലിംഗനം പോലെ 2 വരി. ഞാൻ ഈ ഉലകിൽ ഇന്നില്ലാതെയായാലും നീ ഇരിക്കും എന്റെ പേരിലൂടെ. ഞാൻ ഈ ഉലകിൽ ഇന്നില്ലാതെയായാലും നീ ഇരിക്കും എന്റെ പേരിലൂടെ. പേരിന്റെ നേരിൽ കൊരുത്തു തരും നിനക്കെന്റെ ഈ ചങ്കിലെ മഞ്ചാടികൾ. നിനക്കെന്റെ ഈ ചങ്കിലെ മഞ്ചാടികൾ. ചങ്ങാതി, എന്റെ ചങ്ങാതി.